പ്രകാശൻ, കാലം മാറി, ജെൻസിയുടെ കാലമാണ്. ഇത് തിരിച്ചറിയുന്നില്ലേ എന്നുള്ളതാണ്. കുട്ടികളെല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആയിരിക്കണം വാക്പ്രയോഗങ്ങൾ എന്ന് ആഗ്രഹിക്കുന്നവരാണ് പുതിയ തലമുറ. ഒരു കാര്യം മറ്റടുത്ത ചോദ്യം ചോദിക്കില്ല. പല ആളുകൾക്ക് പല ആഗ്രഹം ഉണ്ടാവുന്നു. പുതിയ തലമുറ ആകെ SS ചെയ്യാനൊന്നും മനോരമ വളർന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഞങ്ങൾക്കും ചെറുപ്പക്കാരും വിദ്യാർത്ഥികളൊക്കെ ഞങ്ങളുടെ കൂടെയുണ്ട്. ഞങ്ങളും അവരുടെയൊക്കെ നേതാക്കന്മാരായിട്ട് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവരുടെ കാര്യം പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഭയപ്പെടുത്തി കളയല്ല. സമൂഹം എങ്ങനെയാണ് മാറുന്നതെന്ന് മറ്റാരെക്കാളും പഠിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ. അത് വഴിയേ അറിഞ്ഞോളൂ. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞു, ഞങ്ങളുടെ കൂട്ടത്തിൽ യുവ നേതാക്കളുണ്ട്, ഞങ്ങൾ ജെൻസികളെ പറ്റി പഠിക്കാറുണ്ട്. അങ്ങനെ പഠിച്ച് ആ റിപ്പോർട്ട് പറഞ്ഞു കൊടുത്ത് ക്ലാസ് എടുപ്പിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഇവരുടെ കൂട്ടത്തിലുള്ള ഒരു യുവ നേതാവ് കഴിഞ്ഞ ദിവസം ഒരു വർഷം മുമ്പാണ് പറഞ്ഞത്, ഒരു സഹപ്രവർത്തകയോട് ഏതാണ് തന്തയില്ലാത്ത കുഞ്ഞിനെ ഞാൻ ഉണ്ടാക്കി തരും എന്ന് പറഞ്ഞത്. ആ തരത്തിൽ വർത്താനം പറയുന്ന ജെൻസി നേതാക്കളാണ് നിങ്ങളുടെ കൂട്ടത്തിലുള്ളത്. പ്രകാശൻ മാസ്റ്റർ പറഞ്ഞത് കൃത്യമാണ്. ജെൻസികളുടെ ഇടയിലും ആശാസ്യവും അനാശാസ്യവുമായ പ്രവർത്തനം ഉണ്ടാവുന്നുണ്ട്. അതിൽ അനാശാസ്യമായ പ്രവർത്തനങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് ഡിവൈഎഫ്ഐയിലെ യുവ നേതാക്കളുടെ ഭാഗത്ത് നിന്നാണ്, അവരുടെ നാക്കിൽ നിന്നാണ്. അവരെ കൂടി നിയന്ത്രിക്കാൻ നിങ്ങളുടെ അടുത്ത പാർട്ടി ക്ലാസ്സുകളിൽ പറഞ്ഞു. ശരി ശരി, കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.